പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമെന്നറിയുന്നു. 8 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് CBI കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ആ വിദ്യാർത്ഥിയുടെ മരണം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്, വലിയ പ്രതിസന്ധികൾ സർക്കാരിന് തന്നെ തീർത്തതാണ്. ആ കേസിലെ 8 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി മുൻപാകെ വരികയാണ്. നേരത്തെ അത് വന്നിരുന്നു, ഇന്ന് വീണ്ടും കോടതി അത് പരിഗണിക്കും. ആ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ CBI ആ ജാമ്യം നൽകുന്ന നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. അവർ പറയുന്നത് ഈ പ്രതികൾ ഈ സിദ്ധാർത്ഥനെ പൊതുവിചാരണയ്ക്ക് വിധേയനാക്കി ക്രൂരമായി ആക്രമിച്ചു. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് കുറ്റമേറ്റെടുക്കാൻ, ഒരു വിദ്യാർത്ഥിനിയെ താൻ അപമാനിച്ചു എന്ന കുറ്റമേറ്റെടുക്കാൻ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെ CBI അതിൽ എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലാണ് CBIയും എത്തിയത്. പക്ഷേ അവർക്കൊരു ചെറിയ സംശയമുണ്ട്. അതായത് ആത്മഹത്യ തന്നെയാണോ, ഇനി അഥവാ കുടുംബം ആരോപിക്കുന്നത് പോലെ ഇതൊരു കൊലപാതകമാണോ, ആ ഒരു സംശയമുണ്ട്. അത് തീർക്കുന്നതിന് വേണ്ടി അവർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, ആ സ്ഥലത്തു നിന്നും ശേഖരിച്ച തെളിവുകളെല്ലാം ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. എയിംസിൽ അത് പരിശോധനയ്ക്ക് മെഡിക്കൽ ബോർഡ് ചേർന്ന് വിധേയമാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ റിപ്പോർട്ട് കൂടി ഇന്ന് കിട്ടും. അപ്പോഴറിയാം ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന്. അതായത് ഇന്നത്തെ ദിവസം ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ശ്രീകാന്ത്.